നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഓഡോ ബിഗിനേഴ്സിനാണ്. ഒരു റെൻ്റൽ ഓർഡറിൽ എങ്ങനെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ സെയിൽസ് അതിൻ്റെ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഡെലിവറി ചെയ്യുന്നത്, അതിൻ്റെ ഷെഡ്യൂൾ, റിപ്പോർട്ടിങ്, അതെല്ലാം കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കവർ ആവുന്നത്. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിനായിട്ട് റെൻ്റൽ മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സൈൻ മോഡ്യൂളുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ റെൻ്റൽ മോഡ്യൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് എല്ലാം ഓർഡർ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് ലിസ്റ്റ് വ്യൂ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ കണ്ടോ കൊട്ടേഷൻ എത്ര ഉണ്ട്, റിസർവ്ഡ്, പിക്ഡ്, അതിൻ്റെ റെൻ്റൽ സ്റ്റാറ്റസ്, ഇൻവോയ്സ് സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓഡോ 19 നല്ലൊരു അടിപൊളിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ എന്ന് കൊടുക്കുന്നു. ഞാനൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്കൊരു ക്രെയിനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഡിമാക് AC 650 പറയുന്ന ക്രെയിനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് റെൻ്റൽ പ്രൊഡക്റ്റാണ്. ഞാൻ യൂണിക് സീരിയൽ നമ്പർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ കാറ്റഗറി ഞാൻ റെൻ്റൽ പ്രൊഡക്റ്റിന് ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പല കമ്പനികളിലും റെഫറൻസ് നമ്പർ ഉണ്ടാവും വെഹിക്കിളിന്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിത് CR, എൻ്റെ റെഫറൻസ് നമ്പർ ഇങ്ങനെ കൊടുക്കുന്നു, CR 06 എന്ന് പറയുന്ന ക്രെയിൻ നമ്പറാണ്. ചിലപ്പോൾ സ്റ്റേഷൻ വാഗൺ, അങ്ങനെ സ്റ്റേഷൻ വാഗന് SW, ബസ്സിന് BS, അങ്ങനെയൊക്കെ പല നമ്പേഴ്സ് ഉണ്ടാവും. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ റെൻ്റൽ പ്രൈസ് എന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ റെൻ്റൽ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നു മാനുവലായിട്ട്. ആഡ് പ്രൈസ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഡെയിലി എനിക്ക് എന്ത് ചെയ്യാം, ഈ ക്രെയിന് ഡെയിലി എടുക്കുകയാണെങ്കിൽ ഞാനൊരു 25 BD. ഓക്കെ, ഇപ്പോൾ ഇത് അവർലി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാനൊരു 1.5 അങ്ങനെ കൊടുക്കുന്നു. അത് നിങ്ങളുടെ റേറ്റ് എങ്ങനെയാണ് അത് ചെയ്യാം. ഞാൻ വീക്കിലി കൊടുക്കുന്നു. ഓക്കെ, ഞാനൊരു 250 കൊടുക്കുന്നു, 200 കൊടുക്കുന്നു. മന്ത്ലി ആകുമ്പോൾ ഞാനൊരു 500 കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഞാൻ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് റിസർവേഷൻ്റെ ഹവർലി ഫൈനൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇൻ റേറ്റ് കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റ് മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതിൽ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലോട്ട് നമ്പറിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ലോട്ട് ഞാനത് 789 പറയുന്ന ലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്വാണ്ടിറ്റി 1 കൊടുത്തു, അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഡിമാക് AC 650 പറയുന്ന ക്രെയിനാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ന്യൂ ഓർഡറിലോട്ട് പോകുന്നു. സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ടെസ്റ്റ് എന്ന് പറയുന്ന കസ്റ്റമറിനെ ക്ലിക്ക് ചെയ്തു, ടെസ്റ്റ് കസ്റ്റമർ. ഓക്കെ, ഇതിൻ്റെ ഒരു കസ്റ്റമറെ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കൊട്ടേഷൻ്റെ എക്സ്പയർ ഡേറ്റ് കൊടുക്കാം. റെൻ്റൽ പീരീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡീഫാൾട്ടായിട്ട് 1 ഡേ ആണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, 1 മന്ത് ആണ്, 1 മന്ത്, അത് നിങ്ങൾ സെനാരി പോലെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇത് 51 days ആയി. ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രൊഡക്റ്റ് എന്നുള്ളിടത്ത് ഞാൻ 650 എൻ്റെ ക്രെയിൻ്റെ ഇത് കൊടുക്കുന്നു, 1 ക്വാണ്ടിറ്റി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഞാനത് 1 വീക്കിന് കൊടുത്തു. ഇവിടെ അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ് റെൻ്റൽ പ്രൈസ്. അപ്പോൾ ഇപ്പോൾ ഡീഫോൾട്ട് നേരത്തെ പ്രൈസാണ് വന്നത്. അപ്പോൾ അപ്ഡേറ്റ് റെൻ്റൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി അവിടെ പ്രൈസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാനത് കൺഫേം ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, കൺഫേം ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിക്കുന്നത് ഡെലിവറി എന്നുള്ളത് ഓട്ടോമാറ്റിക് 2 ഡെലിവറി ആയിട്ട് ക്രിയേറ്റ് ആയിട്ട്, ഒന്ന് പിക്കപ്പിനുള്ളതും ഒന്ന് റിട്ടേണുള്ളതും. നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണോ, ഒന്ന് ഔട്ട് പോകാനുള്ളതും ഒന്ന് ഇന്ന് വരാനുള്ളതും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ് ക്രിയേറ്റ് ഇൻവോയ്സ് ചെയ്യാം, ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടത്. ഇത് ഞാൻ ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡെലിവറിക്ക് അഗെയിൻസ്റ്റ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡറിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം അതിലൊരു വേറെ ഇതും കൂടിയുണ്ട്. ഇപ്പം ഞാൻ ഈ എക്യുപ്മെൻറ്റ്, ഓക്കെ, ഞാനിവിടെ ഷെഡ്യൂൾ പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷെഡ്യൂൾ കണ്ടോ, ഇപ്പോൾ എൻ്റെ എക്യുപ്മെൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിമാക് 650 ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇതും കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് അൺറിസർവിലാണ് എടുക്കുന്നത്, ലോട്ട് ഡിഫൈൻ ആയിട്ടില്ല, കണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാ സ്റ്റാറ്റസും കാണിക്കും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എല്ലാ ഇതിൻ്റെയും ആ ഓർഡർ എത്ര ഇപ്പോൾ നമ്മൾ എത്ര എക്യുപ്മെൻറ്റ് പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആ ഓർഡർ ഇവിടെ കാണിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡറിലോട്ട് തന്നെ പോകുന്നു. ടെസ്റ്റ് കസ്റ്റമർ നിൽക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിക്കപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ടു ടുഡേ
പിക്കപ്പ് ഉണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പിക്കപ്പാണ് കാണിക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഞാൻ ഇതായിരുന്നു എൻ്റെ കസ്റ്റമർ. ഇത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പിക്കപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാം, കൊടുത്ത് വാലിഡേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കാണ് നമുക്കത് പിക്കപ്പ് എന്നുള്ള പിക്ക്ഡ് അപ്പ് എന്നുള്ള സ്റ്റേജിലോട്ട് വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാം, നിങ്ങൾക്ക് വൺസ് റിട്ടേൺ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ റിട്ടേൺ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ റിട്ടേൺ പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റിട്ടേൺ നമുക്ക് ഇനി ഷെഡ്യൂളിൽ ഒന്നുകൂടി പോവാം. ഷെഡ്യൂൾ കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഏത് ആ എക്യുപ്മെൻറ്റ് ഏത് കസ്റ്റമറിനെ അഗേൻസ്റ്റ്, ഏത് സെയിൽസ് ഓർഡറിനെ റെൻറ്റൽ ഓർഡറിനെ അഗേൻസ്റ്റാണ് ബുക്ക് ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഓർഡറിൽ പോകുന്നു. ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്കൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഞാനത് മാറ്റിയപ്പോൾ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും വന്നു, എക്സിസ്റ്റിംഗ് എല്ലാം വന്നു. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഓർഡറിലോട്ട് പോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ റിട്ടേൺ ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ വൺ മന്തിനുള്ള കൊടുത്തത്, അതുകൊണ്ടാണ് അവിടെ കാണിക്കാറുള്ളത്. വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളത് പ്രൊഡക്റ്റ് മീൻസ് ആ എക്യുപ്മെൻറ്റ് ഡെലിവറി ചെയ്തു, അതിനുശേഷം റിട്ടേൺ ചെയ്തു. ഇതിൻ്റെ ട്രേസബിലിറ്റി ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റെൻ്റൽ ഓർഡറിൽ നോക്കാം. ഇതിന് അഗേൻസ്റ്റാണ് നിങ്ങൾക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ പറയുന്നൊരു ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് സിഗ്നേച്ചർ, നമുക്കൊരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു സാമ്പിൾ കോൺട്രാക്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സൈൻ നോ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം ഞാൻ സൈൻ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വാലിഡേറ്റ് ആൻഡ് സ്കാൻ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഡിക്ലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ കോൺട്രാക്റ്റിൽ, നമ്മുടെ ഓർഡറിൽ ഇവിടെ വന്ന് കിടക്കും. നമ്മൾ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ സ്റ്റാറ്റസിൽ വന്ന് കിടക്കും. വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്